ഹായ് ഡിയേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് 2026 ജനുവരി 7. എന്നെ സംബന്ധിച്ച് ഒത്തിരി പ്രത്യേകത ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങി ഇന്ന് 1 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. ചാനൽ തുടങ്ങി 1 വർഷം കംപ്ലീറ്റ് ആയെങ്കിലും 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കേട്ടോ. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് ഇതുവരെ എത്തിയത്. എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുവാണ്. അതുപോലെ തന്നെ ഞാൻ ചാനൽ തുടങ്ങാനുണ്ട് ഒരു കാരണം കൂടെയുണ്ട്. അത് ഫസ്റ്റ് തന്നെ പറയണമല്ലോ. ഞാൻ ചാനൽ തുടങ്ങാൻ കാരണം തന്നെ കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഒരു കുഞ്ഞുകുട്ടൻ, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുകുട്ടനെ. ആ കുഞ്ഞുകുട്ടൻ്റെ പപ്പയും മമ്മിയുമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുണ്ടായ ഒരൊറ്റ കാരണം കേട്ടോ. ഒത്തിരി പേരെന്നെ നേരത്തെ നിർബന്ധിക്കുമായിരുന്നു, ബിജി ചാനൽ തുടങ്ങ്. കാരണം ഞാൻ ഈ ക്രാഫ്റ്റ്, സ്റ്റിച്ചിങ്, ബ്യൂട്ടീഷ്യനും കൂടെയാണ് കേട്ടോ. 1 ഇയർ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ബ്യൂട്ടീഷ്യനും കൂടെയാണ്. കേക്ക് ബേക്കിങ് ഇങ്ങനെയുള്ള ഒത്തിരി പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ചാനൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാനത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആലോചിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡൽഹി വന്ന ശേഷം ഇവിടെ എല്ലാവരും പറയും, ദീദി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, ദീദി ഇതൊക്കെ ചെയ്യുമല്ലേ, വെറുതെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടെ ഒത്തിരി പേർക്കുണ്ട്, ഞങ്ങളുടെ പടോസിയൊക്കെ ഒത്തിരി പേർക്ക് ചാനൽ ചെയ്യുന്നവരുണ്ട്. അവരും എല്ലാവരും നിർബന്ധിക്കുമായിരുന്നു ഒരു ചാനൽ തുടങ്ങുമെന്ന്. ഞാനത് ഒട്ടും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, സമയവും ഇല്ല. ഒത്തിരി അത് എഡിറ്റ് ചെയ്യാനും അതിനുള്ള സമയങ്ങളില്ലാത്തതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം പകൽ ഞാൻ ഈ കസ്റ്റമേഴ്സ് കാണും, പാർലർ പണി ചെയ്യുന്നുണ്ട്. രാത്രി എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ രാത്രിയൊക്കെയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാനലിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞുകുട്ടൻ്റെ പപ്പയും മമ്മിയും എന്ന് പറയുമ്പോൾ ജിൻസി, അഴകനാണ് കേട്ടോ. അവർ രണ്ടും ഒത്തിരി നിർബന്ധിച്ച്, ചേച്ചി ചാനൽ തുടങ്ങുക. എൻ്റെ മക്കളെടുത്ത് പറഞ്ഞു, മമ്മിക്കൊരു ചാനൽ തുടങ്ങി കൊടുക്കുകയെന്ന്. അങ്ങനെ മക്കൾക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചാനൽ തുടങ്ങാനായിട്ട്. അവരും ഇത്രയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നതിന്. അങ്ങനെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു ഫാഷൻ ഡിസൈനിങ് മുന്നേ ഒരു 10-15 വർഷത്തിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. എംബ്രോയ്ഡറി, കുറച്ച് ഫാഷൻ ഡിസൈനിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ ഇവിടെ ഡൽഹി വരുന്നതിന് മുന്നേ കേരളത്തിൽ തിരുവനന്തപുരത്തും പള്ളിപ്പുറം CRPF ക്യാമ്പിലായിരുന്നു. അവിടെ ഞാൻ ബ്യൂട്ടീഷ്യനായിരുന്നു. നമ്മുടെ ക്യാമ്പിൻ്റെ തന്നെ പാർലർ ഉണ്ടായിരുന്നു. അവിടെ ബ്യൂട്ടീഷ്യനായിട്ടിരിക്കുമ്പോൾ അപ്പോഴും ഞാൻ പാർലറിൽ മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സ്റ്റിച്ചിങ്ങും കൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ഇവിടെ വന്ന ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാത്തത്. അവിടെ വെച്ച് സ്റ്റിച്ചിങ്ങും പാർലർ പണിയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരുടെ ഡ്രസ്സൊക്കെ ഒത്തിരി ഞാൻ ആ ടൈമിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഈ പാർലറിൻ്റെ പണിക്ക് തന്നെ നല്ല കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ആ പണി മാത്രം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ കേക്ക് ബേക്കിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അതും എല്ലാം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഈ എല്ലാ പണിയും ചെയ്യുന്നതെന്നല്ലേ? കാരണം അത് നമ്മുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിലല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, CRPF ക്യാമ്പിനകത്താണ് ഞങ്ങൾ. കല്യാണം കഴിഞ്ഞ തൊട്ടേ ഞാൻ ഈ ക്യാമ്പിനകത്താണ്. അപ്പോൾ ഓരോ സ്ഥലം നമുക്കിങ്ങനെ ട്രാൻസ്ഫർ പോകേണ്ടി വരും. ഒരു 3 വർഷം 4 വർഷം ആകുമ്പോൾ ഫാമിലിയോടെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവർ ചെയ്യുന്ന, ഇപ്പോൾ സ്റ്റിച്ചിങ് ആയാലും കേക്ക് ബേക്കിംഗ് ഒക്കെ ആയാലും അവർ ചെയ്യുന്ന കുറച്ച് വർക്കുകൾ, ക്രാഫ്റ്റിൻ്റെതായാലും അത് കണ്ട് ഞാൻ പഠിക്കും. അതുപോലെ എനിക്കറിയാമെന്നുള്ള വർക്കുകൾ അവർക്കും പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഈ പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും തോന്നത്തില്ല. ഇൻട്രസ്റ്റോട് കൂടെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ കുറച്ച് ചെയ്യുന്നതാണ്. ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് തന്നെ സെറ്റിലായിരിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ പോകുന്ന കാരണമാണ് ഞാനിപ്പോൾ ഈ എല്ലാ പണികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഈ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി, ആരി വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് പോയിട്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് അത് സ്റ്റോപ്പ് ചെയ്യാതെ ചാനലിൽ ഞാൻ സ്റ്റിച്ചിങ് കൂടുതലായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. ആ ടൈമിന് നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ ബാഡ് കമൻസും നല്ല കമൻസും ഒക്കെ വരും. അതെല്ലാം നമ്മൾ നല്ല കമൻസിന് മാത്രം റിപ്ലൈ കൊടുക്കുക, ബാഡ് കമൻസ് നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് വിടുക, അത്രയൊക്കെ ഉള്ളൂ. കാരണം ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ എന്ന് പറയുമ്പോഴും എല്ലാവരും ഒരേ രീതിക്കല്ലല്ലോ ചെയ്യുന്നത്. പല വഴികളുണ്ട്. നമുക്ക് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവരുടേതായ പല മെത്തേഡ്സുകളുണ്ട്. ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്തായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് തന്നെ മറ്റൊരാൾ ചെയ്യണം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം, അതാണല്ലോ.
ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ കോഴ്സുകൾ എവിടെ കണ്ടാലും ഞാൻ ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യും. കാരണം എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച്. ഞാൻ ശരിക്കും ഇപ്പോഴും ഒരു കോഴ്സ് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ എസ്ടെക്കിലെ സ്മൃതി മാമിൻ്റെ അടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ആവാറായി. അതും ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒത്തിരി തിരക്കായതുകൊണ്ട് ഞാനിപ്പോൾ പാർലറിൻ്റെ പണി കുറച്ച് ചെയ്യുവാണ്. കാരണം അത് എല്ലാം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കൂടുതൽ ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചാനലിൽ തുടങ്ങണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോ കേട്ടോ. കാരണം ഒന്നും അറിയാതെയാണ് ഞാൻ ഈ ചാനലിലോട്ട് വരുന്നത്. ചാനലിലോട്ട് ഞാൻ പറഞ്ഞില്ല, ഒറ്റ ദിവസം കൊണ്ടാണ് ചാനലിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആലോചിക്കുന്നത്. അത് അവരത്രയും നിർബന്ധിച്ച്, അന്നത്തെ ദിവസം അവർ അത്രയ്ക്ക് നിർബന്ധിച്ചുകൊണ്ട് മാത്രം എടുത്ത് ചെയ്തതാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നും അറിയാതെ തുടങ്ങിയ ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഞാൻ ബാക്കി, കാരണം അതുവരെ ഒരു ആലോചനയും ഒരു പ്ലാനിലല്ലായിരുന്നു ചാനലിനെ കുറിച്ച്. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറച്ച് നോക്കിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു വന്നത്. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ 2026 ന്യൂ ഇയർ അല്ലേ, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ. നമുക്ക് എല്ലാവർക്കും അത് സക്സസ് ആയിട്ട് വരും കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടേണ്ട ആവശ്യമില്ല. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒരു 10-20 പേർക്ക് മാത്രമാണ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് വേണ്ടപ്പെട്ടവർക്ക് അത്ര മാത്രമേ ഉള്ളൂ, വേറെ ആരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ കണ്ടൻറ്റ് കണ്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒത്തിരി പേര് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഉണ്ട്. അവർ നമ്മളെ കൂടെ കൂടും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അനുഭവം. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. കാരണം നമ്മളെ ബന്ധുക്കളും നമ്മളെ പരിചയക്കാരും നമ്മളെ വീട്ടിനടുത്തുള്ളവരും എല്ലാവരും നമ്മളെ വീഡിയോസ് കണ്ടിട്ട് എപ്പോഴും ലൈക്ക് ചെയ്യുകയൊന്നുമില്ല. ചിലപ്പോൾ നമ്മളെ കണ്ടൻറ്റ് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അറിയാത്തവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അവരത് വാച്ച് ചെയ്യാനും നിൽക്കത്തില്ല. ഇത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. അവർ നമുക്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്തോളും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പേടിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ചാനൽ തുടങ്ങിക്കോ. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ വീടിനടുത്തുള്ളവരോ എൻ്റെ പരിചയക്കാരോ അങ്ങനെ ആരും ലൈക്ക് തരുന്നില്ല. കാരണം ഞാൻ ഫേസ്ബുക്കിലും വീഡിയോസ് ഇടുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ലൈക്ക് പോലും അവർ ചെയ്യത്തില്ല. കാരണം അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മളെ വീഡിയോസ് ഇടുക, നമ്മളെ കണ്ടൻറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവർ നമ്മൾ ഫോളോ ചെയ്ത് നമുക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം തരും. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങുന്ന ഒട്ടും പ്രതീക്ഷിച്ച ആളല്ല. ഞാൻ ചാനൽ തുടങ്ങി ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള എല്ലാവരെ കൊണ്ടും നല്ലപോലെ തന്നെ ചാനൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കണ്ടൻറ്റുകൾ നമ്മൾ വീഡിയോസാക്കി ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബ് തന്നെ നമുക്ക് നമ്മളെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്തോളും കേട്ടോ. അപ്പോൾ 2026 തുടക്കത്തിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതെല്ലാം ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നുണ്ട്. ഇനിയും ആ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ.